മാനസിക ആരോഗ്യം ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് അത് തന്നെ പറയാനായിട്ട് കുറേ സമയമെടുക്കും. പക്ഷേ ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദം എന്ന് പറയുന്നത് ഇത് പൊതുവേ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. പൊതുവേ ആധുനികവൽക്കരണം നടക്കുന്ന എല്ലാ സമൂഹങ്ങളിലും സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് അതിന് തന്നെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, പിന്നെ റിലാക്സേഷൻ എക്സ്പേർട്സ്, ലൈഫ് സ്റ്റൈൽ ഗുരുക്കന്മാർ, അങ്ങനെയൊക്കെ പല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അതൊരു എക്കോസിസ്റ്റമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എളുപ്പത്തിലൊരു ഉത്തരവില്ല. കാരണം ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഇത്ര വലിയ ശമ്പളമുള്ള ജോലികളും ഒക്കെ നമുക്ക് വേണമെന്ന് വിചാരിക്കുന്നിടത്തോളം കുറേയൊക്കെ ആ ഒരു ട്രാപ്പിനകത്ത് എല്ലാവരും വീണ് പോകും, ചെറുപ്പക്കാർ. അതാണ് അതിൻ്റെ ഒരു കാരണം. അതൊരു മറ്റേ ആലിസ് ഇൻ വണ്ടർലാൻഡിലോ ഇതിലോ പറഞ്ഞില്ലേ, നമ്മൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ഓടിയാലേ നിന്നിടത്ത് നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എല്ലാവരും പോകുന്ന ഒരു ഗതികേടുണ്ട് അതിൽ. മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ അതുണ്ട്, ശരിയാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് പലരും പുറത്ത് പഠിക്കുന്നവർക്ക് ഇപ്പം 20% താഴെയാണ് അവർ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ പരീക്ഷ. അങ്ങനെ വരുമ്പോൾ അവർ പിന്നെ കുറേ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിൽക്കും. അങ്ങനെ കുറേ ഉണ്ട്. ചിലർ ഈ പറഞ്ഞ പോലെ ഈയിടയ്ക്ക് ഒരു സംഭവം നടന്നല്ലോ, അന്വേഷിച്ച് വന്നപ്പോൾ ഡോക്ടർ ക്വാളിഫൈഡ് അല്ലായിരുന്നു എന്നുള്ളൊരു ഇത് വന്നു. അതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് പലപ്പോഴും വരുന്നത്. കാരണം അവരെ കുറച്ചുകൂടെ ചെറിയ പൈസയ്ക്ക് അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താലും ആശുപത്രിയിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഒരു തരത്തിൽ. പൊതുവേ സ്റ്റുഡൻസ് പോകുന്നതിനെ കുറിച്ചാണെങ്കിൽ അത് വലിയൊരു, ഞാനിത് 10-30 കൊല്ലമായിട്ട് പല ആളുകളോടും ഇപ്പോൾ കേരളം ഭയങ്കര ഗംഭീരമായിട്ട് പോകുന്ന ഒരു രാജ്യമാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആദ്യം ചോദിക്കുന്നത്, നമ്മുടെ പരിചയത്തിൽ എത്ര പേരുടെ മക്കൾ കേരളത്തിലുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല. എല്ലാവരും ഒന്നുകിൽ ബാംഗ്ലൂരെങ്കിലും ആണ്. കാരണം ഇവിടെ ജോലികളില്ല. അങ്ങനെ അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പോൾ ഇന്നാളെ ഞാനൊരു കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞു, അദ്ദേഹം പഞ്ചാബിൽ പോയി. അവിടെ ലവ്ലി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ചിലപ്പോൾ കേട്ട് കാണും. അത് ഈ ലവ്ലി യൂണിവേഴ്സിറ്റിക്ക് ഒരു ചരിത്രമുണ്ട്. ലവ്ലി എന്ന് പറയുന്ന ഒരു ബേക്കറിയാണ്, ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അത് അവർ ഭയങ്കര സക്സസ്ഫുൾ ആയപ്പോൾ അവർ യൂണിവേഴ്സിറ്റി തുടങ്ങി. എത്രയോ 10-600 ഏക്കറൊക്കെ ഉള്ള ക്യാമ്പസും വളരെ സൗകര്യങ്ങളുള്ള യൂണിവേഴ്സിറ്റിയാണ്. നല്ല പുതിയ ആധുനിക കോഴ്സുകളൊക്കെ ഉണ്ട്. അവിടെ ഏതോ ഒരു കോഴ്സിന് ഇദ്ദേഹം ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ 100 സീറ്റുള്ളതിൽ 60 പേരോ ഒക്കെ മലയാളികളാണ്. അപ്പോൾ ഈ പുറത്തോട്ട് പോകുന്നത് പോട്ടെ, ഇവിടുന്ന് പഞ്ചാബിലും ബംഗാളിൽ ഇപ്പോൾ എൻ്റെ ബന്ധത്തിലുള്ള എൻ്റെ ഈ തലമുറയിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുള്ള കുടുംബങ്ങളിൽ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ക്രിയ യൂണിവേഴ്സിറ്റി, അത് ഇവിടെ ഹൈദരാബാദിനടുത്ത് കണ്ട, പിന്നെ കുറേ പേര് അശോക ഡൽഹിക്കടുത്ത്, പിന്നെ ജിൻഡാൽ ഗ്ലോബൽ, അതും ഹരിയാനയിൽ, അവരൊക്കെയാണ് പഠിക്കുന്നത്. കേരളത്തിൽ പഠിക്കുന്നത് പറഞ്ഞ മാതിരി വളരെ കുറവാണ്. അത് എന്താണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് പലരോടും ഈ വിദ്യാഭ്യാസ രംഗത്തെ മുകളിലൊക്കെ ഇരിക്കുന്നവരോട് പലരും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു സൊല്യൂഷനൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോൾ ശരിയാവും, നമ്മൾ പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പോകുന്നവർ പലരും കോഴ്സ് മാത്രം നോക്കിയല്ല പോകുന്നത്. അവർ ഒരു ജീവിതശൈലി വേറൊരു ലെവലിലേക്ക് പറിച്ചു നടാൻ ആഗ്രഹിച്ച് പോകുന്നതാണ്. അപ്പോൾ അതോടൊപ്പം വേറൊരു ഫിനോമിനനും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ ഇതിന് വേണ്ടി ചേർത്ത് വായിക്കണം. വേറെ കുറേ യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരായ കുടുംബ IT മേഖലയിലൊക്കെയുള്ള ഒരുപാട് പേര് അടുത്തൊരു ജനറേഷൻ വേണ്ടാന്ന് തീരുമാനിച്ചൊരു നല്ല ശതമാനമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കുറേ വയസ്സന്മാർ മാത്രം ഉള്ള ഒരു സ്ഥലമായിട്ട് മാറാൻ നല്ല സാധ്യതയുണ്ട്. അതൊക്കെ ഒരു ക്രൈസിസാണ്. നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ തീരെ ഇല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെവലിലും ഉണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ ചൈനയായിട്ടൊരു നല്ല കമ്പാരിസൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ചൈന നമ്മളെക്കാളും ഒക്കെ സമ്പന്നമായ ഒരു രാജ്യമാണ്. അവർക്ക് ഒരുപാട് ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും. പുതിയ കമ്പനികൾ വരുന്നു, പുതിയ ജോലികൾ വരുന്നു, നല്ല ശമ്പളം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചൈന ഒരുപാട് പേരെ തിരിച്ച് ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ അവിടെ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകൾ വരെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കൂടുതൽ നല്ല സൗകര്യങ്ങൾ, അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള. ഇന്ത്യ ഗവൺമെൻറ്റിൽ അങ്ങനെയൊന്നും ഉള്ള സ്കീമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത്ര ഫലപ്രദമല്ല. കാരണം ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉള്ള സ്ഥാപനങ്ങൾ തന്നെ അവരിപ്പോൾ ഫണ്ടിങ് ഒക്കെ കുറച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ അറിയുന്നില്ല. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായ ഒരു 30-40 വയസ്സിന് താഴെയുള്ള നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായ ഒരുപാട് സയൻറ്റിസ്റ്റ് കുട്ടികളാണ്. അവരിവിടെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഇവിടുന്ന് IIT പഠിച്ച്
അവരെല്ലാം വെളിയിൽ ആണ്. അവർ മിക്കവാറും അവിടെ സെറ്റിൽ ചെയ്യും. ചിലർ ഇപ്പോൾ ഫിൻലാൻഡിലുള്ളവരുണ്ട്, ഡെൻമാർക്കിലുള്ളവരുണ്ട്, ജർമ്മനിയിലുള്ളവരുണ്ട്, ജപ്പാനിലുള്ളവരുണ്ട്. എല്ലാവരും ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊരു ഫിസിക്സിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി വന്നു. ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹമാണ്. മിടുക്കിയ ഒരു കുട്ടിയാണ്. ആ കുട്ടി വളരെ നല്ല ഒരു വർക്ക് അവിടെ ചെയ്തു. 3-4 നല്ല പേപ്പർ പബ്ലിഷ് ചെയ്തു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാനത് റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അവിടെ പ്രൈവറ്റ് സ്ഥാപനമാണ്. അവരത് മൈൻഡ് ചെയ്തില്ല. അത് എനിക്കറിഞ്ഞൂടാ, പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ പക്ഷേ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിനിപ്പോൾ അത് ജപ്പാനിലൊരു ഓഫർ കിട്ടി. ഒരു പോസ്റ്റ് ഡോക്ടറൽ ടെമ്പററിയാണ്. പക്ഷേ അവിടെ ചെന്ന് അതുമായിട്ട് സൂട്ടബിളായിട്ട് ഈ കുട്ടി നല്ല മിടുക്കിയാണെന്ന് അറിയുമ്പോൾ അവർ പിടിച്ചു നിർത്തും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ആ രീതിയിലുള്ള, പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് നല്ല അവസരമാണെങ്കിൽ അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അവർ പോട്ടല്ല.